തിരുവനന്തപുരത്ത് താമര വിരിയില്ലെന്നും വടകരയിൽ പി ജയരാജന് നേരിയ മുൻതൂക്കമെന്നും പോലീസ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. വയനാട്ടിൽ സംസ്ഥാനത്തെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയ പോരാട്ടം നടന്ന തിരുവനന്തപുരം, വയനാട്, വടകര മണ്ഡലങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂർ 1.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ 1.25 ലക്ഷത്തിലോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. CPM അഭിമാന പോരാട്ടം നടത്തുന്ന വടകരയിൽ പി ജയരാജന് നേരിയ മുൻതൂക്കമാണുള്ളത്. ഇവിടെ കഷ്ടിച്ച് 1000 വോട്ടിന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തോൽക്കുമെന്നാണ് ഇന്റലിജൻസ് പ്രവചനം. NDAയുടെ കുമ്മനം രാജശേഖരനും LDFന്റെ C ദിവാകരനും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് തരൂരിന് വെല്ലുവിളിയായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് അദ്ദേഹത്തിന് പാർട്ടി പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. AICC പ്രതിനിധി നാനാ പട്ടോളി നേരിട്ടാണ് തരൂരിന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയത്. 1305 ബൂത്തുകളാണ് തിരുവനന്തപുരം മണ്ഡലത്തിലുള്ളത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കോവളം, നെയ്യാറ്റിൻകര, പാറശാല എന്നിവിടങ്ങളിൽ തരൂരിന് മികച്ച ഭൂരിപക്ഷമുണ്ടാകും. 6% ഹിന്ദു നാടാർ സമുദായവും മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങളുമാണ് തരൂരിന് വിജയമുറപ്പിക്കുകയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മംഗളം ന്യൂസ് പേപ്പറിലെ റിപ്പോർട്ടർ S നാരായണനാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം തലസ്ഥാനം BJPയുടെ കയ്യിൽ നിന്ന് പോയി. ജയരാജൻ വടകരയിൽ കഷ്ടിച്ച് ജയിക്കും. UDFന് ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും അതൊക്കെ ഇനി മെയ് 23 വരെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.